കോട്ടയത്തെ ഇരട്ടക്കൊലപാതകത്തിൽ ദുരൂഹത വർദ്ധിക്കുന്നു. കോട്ടയം ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ വിജയകുമാർ, ഭാര്യ മീര എന്നിവരെയാണ് കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ദമ്പതികളുടെ മകൻ്റെ മരണം സംബന്ധിച്ചും പോലീസിന് സംശയങ്ങൾ ബലപ്പെടുന്നു. 8 വർഷം മുമ്പാണ് ഇവരുടെ മകൻ ഗൗതം വിജയകുമാറിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2017 ജൂൺ 3-നായിരുന്നു സംഭവം. ഒറ്റനോട്ടത്തിൽ കൊലപാതകമെന്ന് വ്യക്തമാകുന്ന തെളിവുകൾ ലഭിച്ചിട്ടും പോലീസ് ഈ കേസിനെ ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാനായിരുന്നു ശ്രമിച്ചത്. എന്നാൽ മകൻ്റേത് കൊലപാതകമാണെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു ദമ്പതികൾ. അന്വേഷണം CBIയെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നീണ്ട 5 വർഷത്തെ നിയമപോരാട്ടമാണ് വിജയകുമാർ നടത്തിയത്. ഒടുവിൽ കഴിഞ്ഞ മാസം 21-നാണ് കേസ് CBIക്ക് വിട്ടുകൊണ്ട് കോടതി ഉത്തരവ് വന്നത്. ഉത്തരവ് വന്ന് 1 മാസമാകുമ്പോൾ വിജയകുമാറിനെയും ഭാര്യ മീരയെയും അതിക്രൂരമായി കൊലപ്പെടുത്തി. ഈ കൊലപാതകങ്ങൾക്കെല്ലാം പിന്നിൽ ഒരേ ആളാണോ എന്ന സംശയമാണ് ഉന്നത ഉദ്യോഗസ്ഥർക്കുള്ളത്. ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ വിജയകുമാറിൻ്റെയും ഭാര്യയുടെയും കൊലപാതകി ആരെന്നത് സംബന്ധിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ടെന്നാണ് കോട്ടയം ജില്ലാ പോലീസ് മേധാവി പറയുന്നത്. ഇവരുടെ മുൻ ജീവനക്കാരനായ അന്യസംസ്ഥാനക്കാരനെയാണ് പോലീസ് സംശയിക്കുന്നത്. ഇയാളിപ്പോൾ കേരളത്തിലില്ലെന്നും ഉടൻ തന്നെ ഇയാളെ കണ്ടെത്തി ചോദ്യം ചെയ്യുമെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. വീടുമായി ഏറെ അടുപ്പമുള്ള ഒരാളാകാം കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്. കൃത്യമായ പ്ലാനിങ്ങോടെയാണ് കൊലയാളി എത്തിയത്. വീട്ടിലെത്തിയ കൊലയാളി കൃത്യം നടത്തിയ ശേഷം CCTVയുടെ DVR കൈക്കലാക്കിയാണ് മടങ്ങിയത്. മോഷണമായിരുന്നില്ല പ്രതിയുടെ ലക്ഷ്യമെന്നും പോലീസ് പറയുന്നു. കൊല്ലപ്പെട്ട വിജയകുമാറിൻ്റെയും ഭാര്യയുടെയും ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. മാത്രമല്ല വീട്ടിനുള്ളിലെ ആഭരണങ്ങളും പണവും ഭദ്രമായിട്ടുണ്ട്. അതിനാൽ ഒരുപക്ഷെ മകൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വിജയകുമാർ നടത്തിയ നിയമപോരാട്ടത്തിലുള്ള വിരോധമാണോ ഇരട്ടക്കൊലയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. സംഭവത്തിൽ വ്യക്തമായ അന്വേഷണം വേണമെന്ന് മകൻ്റെ മരണത്തിൽ വിജയകുമാറിന് വേണ്ടി കോടതിയിൽ ഹാജരായ മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ T. അസഫ് അലി ആവശ്യപ്പെട്ടു. സ്വന്തം മകൻ്റെ ഘാതകരെ കണ്ടുപിടിക്കാൻ ഈ നിയമയുദ്ധം നടത്തിയതിൻ്റെ പേരിൽ സ്വയം ജീവൻ ബലികൊടുക്കേണ്ടി വന്ന ദാരുണമായ സംഭവമാണ്. വിശദമായ അന്വേഷണം വേണം. നിയമപോരാട്ടം ഫലം കണ്ട് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് 2 പേരും കൊല്ലപ്പെടുന്നത്. ആർക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. കോടതി ഉത്തരവിന് ശേഷം വളരെ സന്തോഷവാനായിരുന്നു വിജയകുമാർ. 2017 ജൂൺ 3-നാണ് വിജയകുമാറിൻ്റെ മകൻ ഗൗതം വിജയകുമാറിനെ കോട്ടയത്തെ കാരിത്താസ് ആശുപത്രിക്ക് സമീപത്തെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരിച്ചു കിടന്നിടത്തു നിന്ന് കുറച്ച് മാറി പാർക്ക് ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ കാറിൽ രക്തക്കറ ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് പിതാവ് വിജയകുമാർ കോടതിയെ സമീപിച്ചത്. 2019-ലാണ് അന്വേഷണം തൃപ്തികരമല്ലെന്നും CBI അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. T. അസഫ് അലി ആയിരുന്നു വിജയകുമാറിന് വേണ്ടി ഹാജരായത്. തുടർന്ന് ഈ മാർച്ചിലാണ് ഗൗതം വിജയകുമാറിൻ്റെ മരണത്തിൽ CBI അന്വേഷണം ആരംഭിച്ചത്. എന്നാൽ CBI അന്വേഷണം ആരംഭിച്ച് മാസങ്ങൾ പിന്നിടുമ്പോൾ വിജയകുമാറും ഭാര്യയും ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സ്വന്തം മകൻ്റെ ഘാതകരെ കണ്ടുപിടിക്കാൻ നിയമയുദ്ധം നടത്തിയതിൻ്റെ പേരിൽ ഇവർക്ക് സ്വയം ജീവൻ ബലികൊടുക്കേണ്ടി വന്നതാണോ? ഗൗതം വിജയകുമാറിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നത് സ്വയം ഉണ്ടാക്കിയ പരിക്കെന്നായിരുന്നു പോലീസിൻ്റെ കണ്ടെത്തൽ. എന്നാൽ 1-ൽ കൂടുതൽ പരിക്ക് കഴുത്തിൽ സ്വയം ഉണ്ടാക്കാൻ സാധിക്കില്ലെന്നായിരുന്നു ഹൈക്കോടതി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതൊരു ആത്മഹത്യയല്ലെന്നും കൊലപാതകമാണെന്നുമുള്ള കണ്ടെത്തലായിരുന്നു ഹൈക്കോടതിയുടേത്. CBI അന്വേഷിക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞു. CBI അന്വേഷണത്തിന് വേണ്ടി 5 വർഷം നിയമപോരാട്ടം നടത്തിയ ഒരാളാണ് വിജയകുമാറും ഭാര്യയും. അതിനാൽ ഇരട്ടക്കൊലപാതകത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. ഗൗതം വിജയകുമാർ റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടക്കുമ്പോൾ കാറിൽ നിറയെ രക്തമായിരുന്നു. മുമ്പിലും പിറകിലും ഡോറിലും എല്ലാം രക്തമായിരുന്നു. അത്ര ഗുരുതരമായി പരിക്കേറ്റ ഒരാൾക്ക് കാറിൽ നിന്ന് ഇറങ്ങി 204 മീറ്റർ ദൂരത്തുള്ള റെയിൽവേ ട്രാക്കിലേക്ക് നടന്നു പോകാൻ പറ്റില്ല. അങ്ങനെ നടന്നു പോകാൻ പറ്റുമായിരുന്നെങ്കിൽ റെയിൽവേ ട്രാക്കിൽ ചാടി മരിച്ച് ബോഡി 2 കഷ്ണമായിട്ടുണ്ടാവണം. എന്നാൽ റെയിലിൻ്റെ സൈഡിലായിരുന്നു മൃതദേഹം കിടന്നിരുന്നത്. ഒരിക്കലും അത് തീവണ്ടിക്ക് മുന്നിൽ ചാടി മരിച്ച മരണമല്ല. അതൊരു കൊലപാതകമാണ്. അത് അന്വേഷിക്കണമെന്നായിരുന്നു വിജയകുമാറിൻ്റെ ആവശ്യം. അത് കോടതി അംഗീകരിച്ചു. അത് കൊലപാതകമാണെന്ന് ഹൈക്കോടതി കണ്ടെത്തി. വിധിയിൽ വ്യക്തമായി കൊലപാതകമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് CBI അന്വേഷണത്തിന് ഉത്തരവിടുന്നത്. നിയമപോരാട്ടം ഫലം കണ്ട് ദിവസങ്ങൾ മാത്രം കഴിയുമ്പോഴാണ് 2 പേരും അതിദാരുണമായി കൊല്ലപ്പെട്ടത്.